ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോറാദി. ഇന്ന് നമ്മൾ AEQ120W കാസിയോൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ പോവാണ്. കുറേ ദിവസമായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നൊരു പുതിയ അപ്ലോഡാണ്. അപ്പം നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ബോക്സ്. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഈ AEQ120W വരുന്നത്. ഇത് ഞാൻ തുറന്നു നോക്കിയത് 2 മാസം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ റിവ്യൂ തരാൻ പോണത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വാച്ച്. കാസിയോൻ്റെ AEQ120W എന്ന് പറയുന്ന വാച്ചാണ്. ഈ വാച്ച് അനലോഗിനെയും ഡിജിറ്റലിനെയും ഒരുമിച്ചാക്കിയാണ് ചെയ്യുന്നത്. ഈ വാച്ചിന് വേൾഡ് ടൈം ഫ്യൂച്ചർ ഉണ്ട്, ടെലിമെമോ ഫ്യൂച്ചർ ഉണ്ട്, അലാറം ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ടൈമർ ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സിനെയൊക്കെ ഞാൻ ഒന്നും കാണിച്ചു തരാം. ഇത് വാച്ചിൻ്റെ ഫേസാണ്. അപ്പോൾ ഇത് ടെലിമെമോ സെറ്റിംഗ് ആണ്. ഇത് കുറേ ആൾക്കാരുടെ നമ്പർ ഇങ്ങനെ സേവ് ചെയ്തിടാൻ പറ്റും. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറാണ്. അപ്പോൾ ഫോണൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു നമ്പർ സേവ് ചെയ്ത് കാണിച്ചു തരാം. അഡ്ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ സെറ്റ് കൊടുത്ത് ഏത് ലെറ്റർ വേണമെന്ന് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ വന്നാൽ നെക്സ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെ പോയിട്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇതിങ്ങോട്ടാവും. ഇപ്പോൾ ഇത് നമ്പർ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്പറും അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കോണ്ടാക്റ്റൊക്കെ സെറ്റ് ആവും. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഞാൻ ടെസ്റ്റിന് വേണ്ടി കളഞ്ഞു. അപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ. അപ്പോൾ ഇനി ഞാൻ അഡ്ജസ്റ്റ് കൊടുത്താൽ നോർമലായിക്കോളും. ഇനി ഇതിപ്പോൾ തിരിച്ച് വാച്ച് ഫേസിലേക്ക് വരും. ഏത് മോഡിൽ എന്തെങ്കിലും ചെയ്തിട്ട് മോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് തിരിച്ച് മെയിൻ വാച്ച് ഫേസിലേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വേൾഡ് ടൈം ഫീച്ചർ കാണിച്ചു തരാം. ഇതാണ് വേൾഡ് ടൈം ഫീച്ചർ. ഇത് കുറേ സ്ഥലങ്ങളുടെ ടൈമുകൾ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് വരും. ഈ കുറേ രാജ്യങ്ങളിലെല്ലാം പോകുമ്പോൾ ഈ വാച്ച് സെറ്റൊന്നും ചെയ്യണ്ട. ഈ അനലോഗ് ഡിസ്പ്ലേ ഇന്ത്യയിൽ സെറ്റ് ചെയ്യുന്ന സമയത്തിലായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ആ സമയം പുറത്തത്തെ സമയം കാണിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇത് മെയിൻ വാച്ച് ഫേസിലേക്ക് പോകും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. ടെലിമെമോ, വേൾഡ് ടൈം. ഇനി അലാറത്തിൽ തന്നെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യുക. അലാറം 1, അലാറം 2, 2 അലാറം എന്തോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വാച്ചാണ്. സിഗ്നലാണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിങ്ങനെ കീ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കും. അതാണ് സിഗ്നൽ. സ്നൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന അലാറത്തിൻ്റെ നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എണീക്കണ്ടെന്ന് വല്ലതും തോന്നിയാൽ സ്നൂസ് ഓണാക്കിയിട്ടാൽ മതി. ഈ അലാറം റിങ് ചെയ്ത് കഴിഞ്ഞ് യൂഷ്വലി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ഒന്നും കൂടെ റിങ് ചെയ്യും. അതാണ് സ്നൂസിൻ്റെ വർക്ക്. ഇപ്പം നെക്സ്റ്റ് മോഡിലേക്ക് നമുക്ക് പോവാം. ഇത് വാച്ച് ഫേസിൽ പോകും തിരിച്ച്. ഇപ്പം ടൈമറുണ്ട്. ടൈമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തിൽ ഈ ടൈമർ റിങ് ചെയ്യും. എന്നിട്ട് ഇത് കഴിഞ്ഞ് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. സ്റ്റോപ്പ് വാച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ റണ്ണിൽ വല്ലതും പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് എത്ര സമയമായി അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് വാച്ച് ഉള്ളത്. പിന്നെ നമ്മൾ വാച്ച് ഫേസിലേക്ക് പോയി. ഇപ്പോൾ വാച്ച് ഫേസിൽ ഞാൻ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വേറൊരു ടൈപ്പായിട്ട് വരും. ഡേറ്റും ഡേറ്റും ദിവസവും ഒക്കെ വരും. സ്ക്രീനിൽ സമയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ അഡ്ജസ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇത് DST, ഇത് മണിക്കൂർ, ഇത് മിനിറ്റ്, പിന്നെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ക്വാളിറ്റീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി വാച്ചാണ്. ഇതൊരു റെസിൻ സ്ട്രാപ്പാണ്. റെസിൻ സ്ട്രാപ്പും റെസിൻ ബിൽഡുമാണ്. അപ്പോൾ ഇത് മിനറൽ ഗ്ലാസ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് റെസിൻ ഗ്ലാസ് ഉള്ള വാച്ചാണ്.
ഇതിൽ സ്ക്രാച്ചിൻ്റെ ഡിഫറൻസ് കണ്ടോ? റെസിൻ മിനറൽ ഗ്ലാസ്സിൽ സ്ക്രാച്ച് ഉണ്ട്, പക്ഷേ റെസിനിൽ പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്യാൻ സാധ്യതയുള്ള സാധനമാണ്. ഇതിൻ്റെ ബാക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കവറാണ്. പിന്നെ ഇത് 100 മീറ്റർ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ജാപ്പനീസ് മൂവ്മെൻ്റ് ആണ്. വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിസിബിലിറ്റി ഇൻ ദ ഡാർക്ക്. ഈ വാച്ച് എന്ന് പറയുന്ന ലൈറ്റ് ഒന്നുമില്ല, ഈ ഗ്ലോയിങ് സൂചികളാണുള്ളത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമറയിൽ ഈ ഗ്ലോയിങ് മര്യാദയ്ക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കി നോക്കാം. ഇത് കണ്ടോ ചെറുതായിട്ട് മിന്നുന്നത്? അത് റിയൽ ലൈഫിൽ കുറച്ചും കൂടെ നന്നായി കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ബിസൈഡ്സ് വാച്ച് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു അടിപൊളി വാച്ചാണ്. ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാച്ചാണ്. സ്ക്രാച്ചിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുറച്ചായിട്ട് സ്ക്രാച്ച് വീഴും. പക്ഷേ റെസിൻ വാച്ചിനേക്കാളും നന്നായിട്ട് ഇത് ഹോൾഡപ്പ് ചെയ്യും. 10 ഇയർ ബാറ്ററി വാച്ചാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ബോക്സിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വാച്ചിൽ ഇവിടെ ഒരു സ്പഞ്ച് ഉണ്ട്. പിന്നെ ഈ ഇടയിൽ 2 സാധനങ്ങളുണ്ട്, മാനുവലും ഉണ്ട്, വാറണ്ടി കാർഡും ഉണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. ഇത് വേറെ ലാംഗ്വേജിൽ അവർ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇത് മോഡ്യൂളാണ്. മോഡ്യൂളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എത്ര ലാംഗ്വേജ് ഉണ്ടെന്ന് അറിയാമോ? സ്പാനിഷ് ഉണ്ട്, കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഇത് കാസിയോ ചെയ്യുന്നൊരു നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വായിക്കാനും പഠിക്കാനൊക്കെ പറ്റിയിരുന്നു. ഇത് വാച്ച് വർത്ത് ബൈ. ഈ വാച്ച് ഒരു 3195 ഞാൻ വാങ്ങിച്ചത്. പക്ഷെ റേറ്റിംഗ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു അയാൾക്ക് 2500 രൂപയ്ക്ക് ഈ വാച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അതാണെങ്കിൽ ഒരു സ്റ്റീലാണ്. പക്ഷേ ഈ വാച്ച് എപ്പോഴും നോർമലായിട്ട് വിൽക്കുന്ന പ്രൈസ് 3995 ആണ്. ഇറ്റ്സ് എ ലിറ്റിൽ ഓവർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വിസിബിലിറ്റി ഒക്കെ കുറവാകുന്നുണ്ട്. ഡെയിലി വെയർ ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷേ കാസിയോ ലവേഴ്സിന് കളക്ഷനിൽ വെക്കാൻ ഒരു പറ്റിയ ഒരു വാച്ചാണ് ഈ വാച്ച്. ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി വാച്ചാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെന്ന് നോക്കുമ്പോൾ റേറ്റിംഗ് ഒക്കെ വായിച്ച് ഇതിൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ഇടുക. അപ്പോൾ ഈ വാച്ച് വർത്താണ്. അപ്പോൾ ഈ വാച്ചിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ പീസ് ഔട്ട്.